എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാനാണെങ്കിലും വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ നല്ല പാകത്തിന് പഴുത്തിട്ടുള്ള 3 നേന്ത്രപ്പഴമാണ് കേട്ടോ. ഏത്തപ്പഴം ഒരുപാട് പഴുത്തു പോയിട്ടുള്ള പഴം എടുക്കരുത്. നല്ല പാകത്തിന് പഴുത്ത 3 നേന്ത്രപ്പഴം ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ ഒരു പാനിലേക്ക് ഒരു 2-2.5 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഇളക്കി കാഷ്നട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉണക്കമുന്തിരിയാണ് കേട്ടോ. അപ്പോൾ ഉണക്കമുന്തിരിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി രണ്ടും ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നെയ്ക്കത് നിങ്ങളെടുത്ത് കോരി മാറ്റിയേക്കാം. ഇനി ഈ ഒരു നെയ്യിലേക്ക് തന്നെ നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു 3 നേന്ത്രപ്പഴം ഇല്ലേ, ആ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. അത്യാവശ്യം ആ ഒരു നേന്ത്രപ്പഴമൊക്കെ ഒന്ന് വാടി വരണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള ക്യാരറ്റ് ഇതുപോലെ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയുക കൈകൊണ്ട്. നന്നായിട്ട് ആ ഒരു ക്യാരറ്റിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 1.5 കപ്പ് അളവിൽ ഇതുപോലെ തേങ്ങ ചിരകിയതാണ്. 1.5 കപ്പ് അളവിൽ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഒരു 2-3 മിനിറ്റും കൂടി മാത്രം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു പഞ്ചസാര എല്ലാം കൂടെ പെട്ടെന്ന് ഉരുകി ഇതങ്ങ് ലൂസായി പോയി ഒരു ഫില്ലിങ്. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കേണ്ടതാണ്. ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചാൽ ആ ഒരു പഞ്ചസാര ഈ ഒരു പാത്രത്തിൻ്റെ ചൂട് കൊണ്ടങ്ങ് ഉരുകിപ്പോവും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇനി ഇതുപോലെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.25 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുകയാണ്. പശുവിൻ പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 1.25 കപ്പ് അളവിൽ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 3 ഏലക്കയാണ് കേട്ടോ. എന്നിട്ട് കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ഒരു 2 നുള്ളു ഉപ്പാണ്. അപ്പോൾ ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 250 ml ഈ ഒരു കപ്പിൽ 1.5 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് 1.5 കപ്പ് അളവിൽ മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതിവിടെ നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, ഒരുപാട് ലൂസായി പോകാതെ എന്നാൽ ഒരുപാട് കട്ടിക്കും അല്ലാതെ ഈ ഒരു കറക്റ്റ് ഭാഗത്തിന് നമ്മൾ ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാൻ ചെറിയതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ ഇതിലേക്ക് നമുക്കൊരു 1.25 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് ചൂടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഈസി ആയിട്ട് ഇത് പരത്തിയെടുക്കാൻ പറ്റത്തില്ല, അതിലങ്ങ് ഒട്ടിപ്പിടിക്കും. ആ ഒരു ചെറിയ ചൂടുള്ള സമയത്ത് ഇതുപോലെ നമ്മളൊരു 1.25 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് പരത്തിയിട്ട് എടുക്കുക. ഇനി നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. തീയൊന്നും കൂട്ടുകയോ ചെയ്യരുത്. തീ കുറച്ച് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒരു മുകൾ ഭാഗമൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഈ സൈഡെല്ലാം ഒന്ന് വിടിയിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ഒരു 5-10 സെക്കൻഡ് മാത്രം വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അടുത്തത് നമ്മൾ ഇതുപോലെ 1.25 തവി മാവ് ഒഴിച്ച് കൊടുത്ത് പരത്തിയെടുക്കുന്ന സമയത്ത് പാൻ ഒരുപാട് ചൂടുണ്ടാകരുത്. നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതൊരുപാട് ഡാർക്ക് കളറായി പോകരുത് കേട്ടോ. ഇത്രയും ഒരു ഡാർക്ക് കളർ കുഴപ്പമില്ല, ഇതിലും ഒരുപാടങ്ങ് ഡാർക്ക് കളറായി പോകരുത്. അതുപോലെ നമ്മളിത് ചുട്ടിട്ടെടുക്കുന്ന സമയത്ത് എപ്പോഴും തീയെ കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും ഇവിടെ നിന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന മാവിൽ 8 ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയും ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 കോഴിമുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ കോഴിമുട്ട ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് 5 ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ കോഴിമുട്ടയൊക്കെ ആണെങ്കിൽ 4 എടുത്താൽ മതി.
ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി, അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 3-3.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. 1/4 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, എല്ലാം തന്നെ നമ്മളിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ദോശ ചുട്ടിട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് പാത്രത്തിലാണത് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വേണം കേട്ടോ ആ ഒരു ദോശ നമ്മൾ ചുട്ടിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അതിലും ചെറുതായി പോവുകയും ചെയ്യരുത്. കുറച്ച് വലുതായാലും കുഴപ്പമില്ല, എന്നാൽ തീരെ ചെറുതായി പോകരുത്. ഈ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും ആ ഒരു നെയ്യ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു നെയ്യ് ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയുടെയും പാലിൻ്റെയൊക്കെ ഒരു മിക്സില്ലേ, അത് ഇതുപോലെ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ദോശ എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കും ആ ഒരു പാലിൻ്റെയും മുട്ടയുടെ ഒരു മിക്സ് ഇതുപോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെയും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ ഒരു മിക്സ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. സൈഡിൽ നിന്നെല്ലാം ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മളിത് 8 ലെയറായിട്ടാണ് ചെയ്തിട്ടെടുക്കുന്നത്. അതിനനുസരിച്ച് വേണ്ടിട്ട് നമ്മൾ ഓരോന്നിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും ഈ ഒരു ദോശ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കും നമ്മുടെ ഒരു പാലിൻ്റെ മുട്ടയുടെ ഒരു മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഫില്ലിങ് നമുക്ക് ആ ഒരു സൈഡിൽ നിന്നെല്ലാം ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഉണക്കമുന്തിരിയും കാഷ്നട്ടും ഇല്ലേ, ആ ഒരു കാഷ്നട്ടും ഉണക്കമുന്തിരിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യത്തെ ലെയറിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഈ ഒരു ദോശ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പാലിൻ്റെ മുട്ടയുടെ ഒരു മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മളൊരു ഫില്ലിങ്ങും ആ ഒരു കാഷ്നട്ടും ഉണക്കമുന്തിരി എല്ലാം വെച്ച് കൊടുക്കുക. ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമ്മുടെ ഒരു ഫില്ലിങ്ങും ആ ഒരു ദോശയും കഴിയുന്നിടം വരെ ഇതുപോലെ നമ്മൾ ഓരോന്നും അടുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ലാസ്റ്റത്തെ ആ ഒരു ലെയർ ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ലാസ്റ്റത്തെ നമ്മുടെ ഒരു ദോശ വെച്ച് കൊടുക്കാം. കൈ വെച്ചിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ബലത്തിലല്ല, പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, കറക്റ്റ് ഒന്ന് ലെവലായിട്ട് ഇന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ബാക്കിയുള്ള ഒരു പാലിൻ്റെ മുട്ടയുടെ ഒരു മിക്സ് ഇല്ലേ, അത് ഇതിലേക്ക് മുഴുവനായിട്ടും ചുറ്റിച്ച് അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു മുകൾ ഭാഗത്തും സൈഡിലും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കായി വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു മുകൾ ഭാഗം കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വെളുത്ത എള്ളും അതുപോലെ തന്നെ കറുത്ത എള്ളും നമുക്ക് ഇതുപോലെ വെതറിയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കാഷ്നട്ടും ഉണക്കമുന്തിരി എന്നിട്ട് മാറ്റി വെച്ചിരുന്നു. ആ ഒരു കാഷ്നട്ടും ഉണക്കമുന്തിരിയും ഫ്രൈ ചെയ്തതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പഴയ പാന് അടുപ്പത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ചൂടായി കിടക്കുന്ന ഈ ഒരു പാനിലേക്ക് നമ്മുടെ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഒരു മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുക്കുക. ഈ ഒരു മൂടിയിൽ എന്തെങ്കിലും ഹോൾ ഉള്ളതാണെങ്കിൽ നമ്മളൊരു അലുമിനിയം ഫോയിൽ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോകരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മൂടിൽ ഹോൾ ഉള്ളത് കൊണ്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ മിനിറ്റ് വെക്കുക. ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം വീണ്ടും തീ നന്നായി കുറച്ച് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നു. അതിനുശേഷം 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് കറക്റ്റ് 21 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മൂടിന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു സൈഡിൽ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു മുകൾ ഭാഗം മാത്രം നമുക്കൊരു 1 മിനിറ്റ് കൊണ്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ട് മറ്റൊരു പാത്രം ഇതുപോലെ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പതിയെ വേണം മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ബലത്തിൽ അങ്ങ് മറിച്ചിട്ട് കൊടുക്കരുത്, അങ്ങ് പൊട്ടിപ്പോവും. പതിയെ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ 1-1.5-2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതിൽ കൂടുതൽ സമയം വെക്കരുത്. അപ്പോൾ 1-1.5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ മറിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ബനാന പൽപ്പത്തിരി അഥവാ ബനാന ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേന്ത്രപ്പഴവും ക്യാരറ്റും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് കാണിച്ചു തരാം.
ഇത് കണ്ടില്ലേ, ഓരോ ലെയറും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മാവ് കുഴച്ചും പരത്തിയൊന്നും എടുക്കാതെ തന്നെ ഈസി ആയിട്ട് അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.